സേതുമാധവനെയും കീരിക്കാടൻ ജോസിനെയും മലയാളികൾക്ക് സമ്മാനിച്ച വ്യക്തി ദിനേശ് ചേട്ടാ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. 37 വർഷങ്ങൾക്ക് ശേഷം സിനിമ റീ റിലീസ് ആയിരിക്കണം. 4K സിനിമ റിലീസ് ആയിരിക്കണം ചേട്ടാ. ഇന്ന് ഫാൻസുകാർക്കൊപ്പം ഇന്ന് കാണുമ്പോൾ എന്തൊക്കെയാണ് ആവേശം? ഭയങ്കര ആവേശം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഫാൻസ് എന്ന് പറയുന്നത് ശരിക്കും ന്യൂ ജനറേഷൻ ഫാൻസാണ്. മോഹൻലാലിനെ വർഷങ്ങളായിട്ട് കണ്ടുവന്ന അല്ലെങ്കിൽ മോഹൻലാലിനെ വെച്ച് പടം എടുത്ത ആളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്. അന്നുണ്ടായിരുന്ന ഒരു ജനറേഷൻ ഒട്ടുമുക്കാലെല്ലാവരും പടം കണ്ടു. 125 ദിവസം അന്ന് സിനിമ ഓടി. അത് അന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു ഹിറ്റായിട്ട് മാറിയ കിരീടം. അതിനുശേഷം പിന്നെ നമ്മൾ ടി വിയിൽ കാണാനുള്ള അവസരം കിട്ടി, മൊബൈലിൽ കാണാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഒട്ടുമുക്കാൽ ആൾക്കാർ ആ സിനിമ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ സോ കോൾഡ് ജെൻസി എന്ന് വിളിക്കുന്ന ആ ഒരു യങ്ങർ ജനറേഷൻ, അവർക്ക് വേണ്ടിയാണ് ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഇന്ന് തിയേറ്ററിൽ ഏറ്റവും ഹൈ ക്വാളിറ്റിയിൽ നമ്മൾ റിലീസ് ചെയ്തിരിക്കുന്ന 4K കൂടാതെ അതിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോഴേക്കും ഡോൾബി അറ്റ്മോസ്ഫിയറാണ് റിലീസ് ചെയ്തത്. അപ്പം അന്ന് ഞാൻ കണ്ട ആ സിനിമയല്ല ഇന്ന് തിയേറ്ററിൽ ഞാൻ പോയി കണ്ടാൽ പോലും കാണാൻ പോകുന്നത് അനുഭവിക്കാം. ഇന്നത്തെ 100 കോടി എന്ന് പറയുമ്പോൾ ഒരുപാട് കഷ്ടതകളുണ്ട്. അന്ന് മോഹൻലാൽ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ആ പാട്ട് പാടി മലയാളികളുടെ മനസ്സിനകത്താണ് കയറിപ്പോയത്. നാട്ടുപരമ്പരയോടെ അന്നത്തെ 100 കോടി അല്ലെ? അന്നത്തെ 100 കൂടുതലോ എങ്ങനെ വേണേലും കൂട്ടാം. കാരണം എന്താ വെച്ചാൽ അന്നത്തെ മണി വാല്യൂ വെച്ച് നോക്കണം. അന്നത്തെ എല്ലാവരും ചോദിക്കും മോഹൻലാൽ എത്ര മേടിച്ചു? മോഹൻലാൽ മേടിച്ചത് 4 ലക്ഷം രൂപ. അപ്പൊ നിങ്ങളൊക്കെ ചോദിക്കും 4 ലക്ഷം രൂപയോ? പക്ഷെ 4 ലക്ഷം രൂപയ്ക്ക് അന്ന് ആ വിലയോ. അതുകൂടാതെ വേറൊരു കാര്യം പറയാം, ആ പടത്തിന് ടോട്ടൽ കോസ്റ്റ് ആയത് വെറും 23 ലക്ഷം. വെറും എന്ന് പറയുന്നത് ഇന്നത്തെ ഭാഷയാണ്. അന്ന് 23 ലക്ഷം രൂപയ്ക്ക് ഭയങ്കര വിലയാണ്. പടം ടോട്ടലി അന്നത്തെ കാലത്തെ അബൌട്ട് 1 കോടി രൂപ അന്ന് കളക്ട്. അപ്പൊ അതിനെ ടോട്ടൽ നോക്കുമ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല ലാഭം കിട്ടി. കാരണം ഞാനും എൻ്റെ ഒരു പാർട്ട്ണർ കിരീടം ഇന്ന് അറിവ് കിടന്ന ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ ഇതിനെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വന്നത് 7 ആർട്സിന്റെ വിജയകുമാർ, അദ്ദേഹത്തിന് സഹോദരനും ഉണ്ടായിരുന്നു അന്ന് ജയകുമാർ. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ആ പടം നല്ലപോലെ മാർക്കറ്റ് ചെയ്ത് 125 ദിവസം സിനിമ ഓടിച്ച് നല്ല രീതിയിൽ കളക്ഷൻ ചെയ്തു. പക്ഷേ അതിൽ എനിക്കും ഉണ്ണിക്കും വലിയ കളക്ഷനൊന്നും കിട്ടിയില്ല. കാരണം നമ്മൾ ആ പടം അന്നത്തെ കാലത്ത് ഔട്ട്റൈറ്റ് കൊടുക്കുകയാണ്. ഈ ഔട്ട്റൈറ്റ് കൊടുക്കുമ്പോഴുള്ള ദോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പൈസ എക്സ്ട്രാ കിട്ടും. പക്ഷെ അതിനുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് ആദ്യത്തെ പടം ഒരു റിസ്കും ഇല്ലായിരുന്നു. ആ പൈസ മുഴുവൻ ആദ്യത്തെ ഞങ്ങളുടെ മുടക്ക് മുതൽ കഴിഞ്ഞാൽ പിന്നീട് ബാക്കി എല്ലാം തന്നിരുന്നത് ഈ ലിസ്റ്റ് കൊണ്ടുവരാൻ. നമുക്ക് അതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായത് എന്താ? മോഹൻലാലിന്റെ ഡേറ്റ് വാങ്ങിക്കണം, നല്ലൊരു കഥ സെലക്ട് ചെയ്യണം, നല്ലൊരു സംവിധായകനെ ഉണ്ടാക്കണം, നല്ല ലൊക്കേഷനും ബാക്കി കാര്യങ്ങൾ ആർട്ടും ഡിപ്പാർട്ട്മെന്റും എല്ലാം. അതിന് പാട്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് പാട്ടാണ് നമുക്ക് അതിനകത്ത് വന്നത്. അതെല്ലാം ഞങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ 7 ആർട്സ് വിജയകുമാറിന് നല്ലൊരു പ്രോഡക്റ്റ് ഞങ്ങൾ കൊടുത്തു. അദ്ദേഹം അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കി മാർക്കറ്റിൽ ഓടിച്ച് കാണിച്ചു. സംവിധായകൻ സി വി മലയാളി സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ടിക്കറ്റിനൊപ്പം കരച്ചിപ്പ് എടുക്കാൻ പ്രേരിപ്പിച്ച ഒരു സംവിധായകൻ സാറിനെ കുറിച്ച്. സി വി മലയിൽ ഈ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം സെന്റിമെന്റ്സ് നമ്മുടെ സിനിമയിൽ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ളതും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യത്തക്ക രീതിയിലുള്ള സീൻസ് ഉണ്ടാക്കിയിട്ടുള്ളത് സി വി മലയിൽ തന്നെയാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിനെ പോലെ ആ രീതിയിൽ സംവിധാനം ചെയ്യാൻ പറ്റുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ തിരഞ്ഞു പിടിക്കേണ്ടി വരും. ഏതായാലും സി വി മലയിൽ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. കിരീടം കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ച് കളിവീട് എന്നൊരു ചിത്രം എടുത്തു. കളിവീട് എന്ന് പറയുമ്പോഴേക്കും അതുപോലെ കുറെ സെന്റിമെന്റ്സിന്റെ ഒരു സിനിമ തന്നെയായിരുന്നു. അത് കുടുംബ കഥ പറയുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രണയവർണ്ണങ്ങൾ എന്നൊരു സിനിമ ഞങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു മാറ്റം വേണ്ടേ എന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ട് ആ മാറ്റം വരുത്തിക്കൊണ്ട് എന്ത് ചെയ്തു? കോളേജ് ക്യാമ്പസ്. അങ്ങനെ അതിനകത്ത് സുരേഷ് ഗോപി, ബിജു മേനോൻ, മഞ്ജു വാര്യർ കൂടാതെ ദിവ്യവും ഇവരെ 4 പേരെയും വെച്ചാണ് ആ സിനിമ നമ്മൾ ഹിറ്റാക്കിയത്. അപ്പൊ സിബി മലയിലിന് കരയിപ്പിക്കൽ മാത്രമല്ല, ചിരിപ്പിക്കാനും അറിയാം, കളർഫുൾ ആയിട്ടുള്ള ചിന്തിപ്പിക്കാൻ അറിയാം, കളർഫുൾ ആയിട്ടുള്ള കോളേജ് സ്റ്റോറി പറയാൻ അറിയാം. അത് അദ്ദേഹം തെളിയിച്ചതാണ്. ദേവദൂതനിലാണെങ്കിലും സമ്മറിൻ ബെത്ലഹേമിലാണെങ്കിലും. അതിനു മുമ്പ് ആദ്യം ഒരു സംഭവം ചെയ്തത് ഞാൻ എൻ്റെ പ്രണയവർണ്ണമുണ്ടാണ്. ശരിക്കും സാറിനെ കുറിച്ച് പറയുമ്പോൾ ശരിക്ക് എരിയുന്ന തീയിൽ കുറച്ചുകൂടി എണ്ണ കോരി ഒഴിച്ച് മലയാളികളെ കരയിപ്പിക്കുക. അല്ല, എനിക്ക് തോന്നുന്നത് സിബി മലയിലിന്റെ കരയിപ്പിക്കുന്ന സിനിമയുടെ ഗണത്തിലെടുത്താൽ ഏറ്റവും നമ്പർ 1 കൊടുക്കാവുന്നത് കിരീടത്തിനാണോ അതോ ആകാശ് ദൂതിനാണോ എന്ന് വരെ വേണമെന്ന് മത്സരം നടത്തി നോക്കാം. അത് ഏതായാലും ശരി, ആൾക്കാരെ അങ്ങ് കരയിപ്പിക്കുക എന്നുള്ളത് സിബി മലയിലിന് ഒരു ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. അത് ഒരു മേക്ക് ബിലീവ് അല്ല, ഇത് കറക്റ്റായിട്ട് എല്ലാവർക്കും വരുന്നതാണ്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ട് കാണും, ഞങ്ങളുടെ ഒരു പ്രൊജക്ഷൻ ഉണ്ടായിരുന്നു എറണാകുളത്ത്. മോഹൻലാലൊക്കെ പങ്കെടുത്തു.
മോഹൻലാൽ പങ്കെടുത്ത അതിനകത്ത് ലാല് വന്ന് ഇന്റർവെല് കഴിഞ്ഞപ്പോഴാണ് ലാല് അവിടെ വരുന്നത്. ലാല് വന്ന് കുറച്ചേറി ഇരുന്നു. പിന്നെ ഞങ്ങളൊക്കെ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത ഒരു ചടങ്ങിന് വേണ്ടി കേക്ക് കട്ടിങ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ലാലിനെ വിളിക്കാൻ പോകുമ്പോൾ ലാല ഇങ്ങനെ മൗനമായിട്ട് ഇരിക്കുക. കാരണം അദ്ദേഹം, എനിക്ക് തോന്നുന്നത് 37 വർഷത്തിന് ശേഷം അദ്ദേഹം പോലും ഒരു പൂർണ്ണമായ ഒരു സിനിമ തിയേറ്ററിൽ കാണുന്നതിൻ്റെ കയ്യിലായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കണ്ണ് നനഞ്ഞു. അദ്ദേഹം അത് അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ അത്ര ഇമോഷണലായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ ആ ഇമോഷൻസ് വരാനുള്ള കാരണം നിങ്ങൾക്ക് മനസ്സിലാവും. ആ സിനിമ അത്രയ്ക്കും ഗംഭീരമായിട്ട് ഇപ്പൊ തിയേറ്ററിൽ വന്നിട്ടുണ്ട്. സാറ് നിർമ്മിച്ച 3 സിനിമകളും ക്ലാസിക്കുകളാണ് മലയാളത്തിന്റെ. അപ്പൊ ഇപ്പൊ നിർമ്മിക്കുന്ന പല സിനിമകളും അത്ര ക്ലാസിക്കുകൾ ആണോ എന്ന് സംശയം. ഇന്ന് ക്ലാസിക്കുകളാക്കും വേണ്ട, അതാണ് എൻ്റെ സത്യാവസ്ഥ. കാരണം ഇപ്പൊ കിരീടം, കളിവീട്, പ്രണയവർണ്ണങ്ങൾ എല്ലാം ഓരോ രീതിയിൽ ഞാൻ മാറ്റി മാറ്റി ചിന്തിച്ച് എടുത്ത സിനിമകൾ, ഒരേ ടൈപ്പ് പോയില്ല. അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോഴേക്കും സംഗതി അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ ഓഡിയൻസിനാണ് ഞാൻ എൻ്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത്. നമ്മൾ നല്ല സിനിമ കൊടുത്തു, അവർ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അങ്ങനത്തെ സിനിമകള് ഇന്നിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ, ഈവൻ മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാലാണെങ്കിൽ പോലും, നായിക വേഷം ചെയ്യുന്നവരാണെങ്കിൽ പോലും ആ സിനിമ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യാൻ താല്പര്യം. അപ്പോ നമ്മളിപ്പോ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഓഡിയൻസിന്റെ ടേസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത്. ആൾക്കാർക്ക് വേണ്ടത് എന്താ? ഇന്ന് വേണ്ടത് ഒരു ഫൺ മൂവീസ് ആണ് കൂടുതലും വരുന്നത്. ജെൻസി, യങ്ങർ ജനറേഷന് അവർക്ക് എന്താ പറയുന്നത്, അവർക്ക് മനസ്സിലാവുന്ന ഭാഷയും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഭാഷയും അവരാണ് സിനിമയിൽ ശരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. പഴയ ആൾക്കാര് പട്ടാഞ്ചിട്ടോ അല്ല പോകാത്തോ കൊണ്ടൊന്നുമല്ല, അവരൊക്കെ പോകണമെങ്കിൽ സിനിമ അത്ര ഹിറ്റായി കുടുംബത്തിനെ കാണാൻ കൊള്ളാൻ തോന്നിയാൽ മാത്രമേ ഈ പറയുന്ന എൽഡർ ജനറേഷൻ ഫിലിമോട്ട് പോകും. യങ്ങർ ജനറേഷനാണ് ശരിക്കും പറഞ്ഞ സിനിമയിൽ നിർമ്മിച്ചത്. ചേട്ടൻ സിനിമയിലും സീരിയലിലും ഒരുപാട് നിരവധി കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതെ, അതിൽ ചേട്ടൻ വെല്ലുവിളി നിറഞ്ഞ കഥാപാത്രം അല്ലെങ്കിൽ അത്രയേറെ പ്രിയപ്പെട്ട ഒരു കഥാപാത്രം അത് സംശയം പറയാം. നിങ്ങളെല്ലാം കണ്ടു കാണും. ജനകൻ എന്ന് പറഞ്ഞൊരു പടം. ആ ജനകൻ എന്ന് പറഞ്ഞ പടം മോഹൻലാലും സുരേഷ് ഗോപിയും അഭിനയിച്ചൊരു പടത്തിൽ എന്നെ 2 ദിവസത്തേക്കെന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് കഥാപാത്രം ഒന്നും പറഞ്ഞില്ല. കാരണം ഞാൻ അത്രയ്ക്ക് വലിയ നടനുമായി കഥ പറയൂ, ഞാൻ കഥ കേട്ടിട്ട് ഡേറ്റ് തരാം എന്നൊക്കെ പറഞ്ഞു. ആ ലെവലൊന്നും ചിന്തിച്ചു പോലില്ല. അപ്പൊ ഞാൻ ഒന്നും ചോദിച്ചില്ല, ചെന്നു. ആദ്യത്തെ ദിവസം ചെല്ലുമ്പോഴേക്കും നമുക്ക് തന്നത് ഒരു വണ്ടി, BMW, പുതിയ BMW വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നു. CM-നെ കണ്ടിട്ട് ഇവരെ ഒരു എൻ്റെ ഒരാളെ ട്രാൻസ്ഫർ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. കൊള്ളാല്ലേ വേഷം, ഇനി അടുത്ത നാളത്തെ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ഇരിക്കുക. അടുത്ത ദിവസം അഭിനയം കഴിഞ്ഞത്. അപ്പൊ എനിക്ക് കോമ്പിനേഷൻ ഉള്ളത് സുരേഷ് ഗോപിയുണ്ട്, ബിജുമേനുണ്ട്, നമ്മുടെ ഹരിശ്രീ അശോകൻ. അങ്ങനെ ഇവരെല്ലാവരും സീൻ വായിച്ചു നോക്കിയത് രാവിലെ എഴുതുമ്പോൾ. വായിച്ചത് നോക്കിയിട്ട് എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത്. എന്നിട്ട് എല്ലാം ഭയങ്കര ചിരി. ഇവരെന്താ ഇത്ര എന്നെ നോക്കി ചിരിക്കാനുള്ള സീൻ കണ്ടിട്ട്. പിന്നെ എന്നോട് ചോദിച്ചു, സീൻ വായിച്ചില്ലേ? ഇല്ല. അപ്പോൾ എനിക്കറിയില്ല വേഷം എന്താ. എൻ്റെ അടുത്ത് സീൻ കൈ തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, അന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ഞാനൊരു പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ആ പെണ്ണിനെ നശിപ്പിക്കുന്നതും, അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി എന്നെ തേടി വന്ന് എന്നെ കൊല്ലുന്ന സീൻ കേട്ടപ്പോ ഞാനൊന്ന് ഞെട്ടിപ്പോയി. കാരണം അറിയാമോ, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വില്ലൻ വേഷം ചെയ്യാൻ പോകുന്നത്. എന്നെ ആണെങ്കിലും പഞ്ചഭാവമായിട്ടാണ് എല്ലാവരും കണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഞാൻ ആദ്യം വിചാരിച്ചു ഇട്ടിട്ട് ഓടിയാലോ എന്ന്. സത്യം പറയാം, ഇട്ടിട്ട് ഓടിയാലോ. കാരണം ഓടിയാൽ നമുക്ക് ഒരു ദിവസത്തെ ഷൂട്ട് എക്സ്ട്രാ ചെയ്യേണ്ടി എത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ചാലഞ്ച്, ഇത് അഭിനയമാണ്. അഭിനയത്തിൽ നമ്മൾ എല്ലാ വേഷങ്ങളും ചെയ്യേണ്ടി വരും. അങ്ങനെ അന്ന് ആ വില്ലൻ വേഷം ഞാൻ ഏറ്റെടുത്തു. പക്ഷെ അതുകൊണ്ട് ഇന്നും എന്നെ കണ്ടാൽ വെറുക്കുന്ന ആൾക്കാർ ഈ ഒരു സിനിമ ചെയ്തോളൂ. സത്യമാണത്. ഒരു അച്ഛന്റെ രോദനം സുരേഷ് ഗോപി പറയുന്ന ഡയലോഗ്. ഞാൻ തിരുവനന്തപുരം ശ്രീകുമാർ ജയിലിൽ ഓപ്പണിംഗ് ഷോ കണ്ട സിനിമ. ചേട്ടന്റെ കഥാപാത്രം ചേട്ടൻ ആ വഴി എങ്ങനെ അങ്ങനെ തോന്നുന്നു. അതെ അതെ, ചെറിയൊരു കയറ്റി പറയുകയല്ല, ഉള്ളത് നടന്ന കാര്യമാണ്. ഞാനത് കഴിഞ്ഞിട്ടാണ് ചന്ദനമഴ എന്ന് പറഞ്ഞ സീസൺ നിൽക്കുക. കുറച്ചെന്നപ്പോൾ എൻ്റെ കൂടെ അഭിനയിക്കുന്ന എൻ്റെ മരുമകളൊക്കെ അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ് ഷാലു എന്നാണ്. ഷാലു കുട്ടിയാണ്. അപ്പോൾ ഷാലു ഞാൻ നോക്കിയപ്പോഴേക്കും എന്നെ ഞാൻ പരിചയപ്പെട്ടു. അപ്പോഴേക്കും മുഖത്തൊരു വലിയ എക്സ്പ്രഷൻ ഒന്നുമില്ല, വലിയ ഇഷ്ടം. ഒരു സാറിനെ എന്നെ പരിചയപ്പെടുമ്പോഴേക്കും ആ ചേട്ടാ എന്നൊക്കെ പറഞ്ഞൊരു ബഹുമാനമൊക്കെ തരാം. കുട്ടിക്ക് ഒരു താല്പര്യമില്ല എന്നോട് സംസാരിക്കും. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് ഞാൻ വളരെ കാര്യമായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. ഈ കുട്ടിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടി തമാശയൊക്കെ പറയുന്നത്. എന്നെ കണ്ടാൽ ഈ പറഞ്ഞ ഒഴിഞ്ഞൻ മാറിക്കളെ. പിന്നെ 3-4 ദിവസം കഴിഞ്ഞ് ഞാൻ ആക്ട് ചെയ്യുന്ന ചോദിച്ചു. ഞാൻ ഷാലു വേറെ ഒന്നും വിചാരിക്കും. ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ മണ്ടരൊന്നുമല്ല. എന്താ കുഴപ്പം, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? കുട്ടി പറയൂ. ചേട്ടൻ്റെ മിസ്റ്റേക്ക്. ചേട്ടൻ ആ ഒരു സിനിമയെ ഒരു കഥാപാത്രം ചെയ്ത ശേഷം ഞാൻ ചേട്ടനെ വെറുത്തു. അപ്പൊ ഒരു നടിയായ കുട്ടി
ഇതൊക്കെ അഭിനയമാണെന്ന് മനസ്സിലാക്കുന്ന കുട്ടി ആ കുട്ടി പോലും എന്നെ വെറുപ്പ് പോയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ ഞാൻ അതിന് എടുക്കുന്ന വേറെ രീതിയിലാണ്. അപ്പൊ ഞാൻ നന്നായിട്ട് അഭിനയിച്ചു. ദിനേശ് പണിക്കർ എന്നൊരു നടൻ. അതെ. അപ്പൊ അന്ന് അത്രയും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി എന്നുള്ളതാണ് എന്റെ വിഷയം. ചേട്ടാ ലാസ്റ്റ് ചേട്ടാ ഒരു തമാശയായിട്ട് മാത്രമേ എടുക്കാവൂ. അതെ, ശ്രദ്ധിച്ചു നോക്കി പറഞ്ഞോളൂ. ചേട്ടാ സിനിമയിലാണോ സീരിയലിലാണോ ചേട്ടൻ ഈ മീശ നഷ്ടപ്പെട്ടത്? മീശ നഷ്ടപ്പെട്ട ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആദ്യമായിട്ട് സീരിയല് ഞാൻ ഹരിചന്ദ്രം എന്ന് പറഞ്ഞ സീരിയൽ ചെയ്യാനായിട്ട് എന്നെ വിളിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഇതിനകത്ത് മല്ലിക സുകുമാരന്റെ ഭർത്താവാണ്, ഒരു പട്ടരുടെ വേഷമോ ഒരു സ്വാമി. അപ്പൊ വെങ്കടി സ്വാമി, അതാണ് വെങ്കടി സ്വാമി എന്നാണ് കഥാപാത്രത്തിന് പേര്. അപ്പൊ ഞാൻ പറഞ്ഞു വെങ്കടി സ്വാമി, ഓ കുഴപ്പമില്ല, ഓക്കെ, അത് മല്ലിക സുകുമാരന്റെ ഭർത്താവല്ലേ. എന്നെ സംബന്ധിച്ച് അന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു വേഷം ബ്രേക്കാണ് എനിക്കത്. ഞാൻ ഓക്കെ പറഞ്ഞു. പിന്നെ ചേട്ടാ ഒരു കണ്ടീഷനും കേട്ടോ. എന്താ കണ്ടീഷൻ? ചേട്ടൻ മീശ എടുക്കേണ്ടി വരും. കാരണം ഒരു ബ്രാഹ്മൺ ലുക്ക് വരണമെങ്കിൽ മീശ എടുക്കേണ്ടി വരും. അപ്പൊ എനിക്ക് ആദ്യം ഒന്ന് പേടിയോ, അത് മീശ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൗരുഷം മുഴുവൻ പോയി, അല്ലെങ്കിൽ എന്നെ എല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന രീതിയിലൊരു തോന്നലാണ് എനിക്ക് വന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇത് അഭിനയമല്ലേ, ആയിക്കോട്ടെ, ഓക്കെ, ഞാൻ മീശ എടുത്തു. അങ്ങനെ വെങ്കടി സ്വാമിയായി. ആ സ്വാമിയെ ദൈവം സഹായിച്ച് ഇവിടെ വരെ എത്തിച്ചു തന്നെ. അതിന് ശേഷം മീശ വെക്കേണ്ടി വന്നിട്ടില്ല. അത് ഒരു കാര്യം കൂടെ പറയാം. ഞാൻ അതിന് ശേഷമാണ് വേറെ പടം അഭിനയിക്കാൻ പോയി. അവിടെ കെമിസ്ട്രി എന്നുള്ള പടം. അപ്പൊ അതിന് കെമിസ്ട്രിക്ക് അമ്പിളിച്ചേട്ടനുണ്ടായിരുന്നു, ജഗദീഷ് ശ്രീകുമാർ. അപ്പോ അമ്പിളിച്ചേട്ടനോട് ഇങ്ങനെ അഭിനയിച്ചു. അപ്പൊ അമ്പിളിച്ചേട്ടൻ എന്നെ ഒട്ടുകൂടി പറഞ്ഞു, ഞാൻ 9 സിനിമ പ്രൊഡ്യൂസ് ചെയ്തില്ലേ, 6 7 സിനിമയിൽ അഭിനയിച്ച ആളാണ് അമ്പിളിച്ചേട്ടൻ. അത്രയും ക്ലോസ് ആണ്. അപ്പൊ പുള്ളി എൻ്റെ തോളത്ത് വന്ന് കൈവിട്ടു. ഏട്ടാ അനിയ കൊള്ളാട്ടാ, ഇത് കൊള്ളാം, നീ ഒരു പണി ചെയ്യും, മീശ വെച്ചു. എനിക്ക് എന്താ ചേട്ടാ മീശ വെച്ച് എന്ന് നോക്ക്, ഞാൻ മീശ വയ്ക്കാറില്ല. എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പോലീസുകാരനാണെങ്കിൽ കൊമ്പം മീശ വയ്ക്കാം, അല്ലെങ്കിൽ ഏത് മീശ, ഹിറ്റ്ലർ മീശ വയ്ക്കാം എന്നൊക്കെ പുള്ളി പറഞ്ഞ ഭാഷയാണ്. അതുകൊണ്ട് വെറൈറ്റി വേഷം ചെയ്യണമെങ്കിൽ എന്ന് പറഞ്ഞ അവർ പറഞ്ഞ കൊണ്ട് അതുകൊണ്ടാണ് ഇത്രയും വർഷമായിട്ട് മീശ വയ്ക്കാറ്. ചേട്ടാ കിരീട സിനിമയിൽ മറക്കാൻ പറ്റാത്തൊരു ഡയലോഗ്, കിരീട ഫാൻസ് ഡയലോഗ്സ് പറയുകയാണെങ്കിൽ രോഹിദാസ് എഴുതിയ ഏത് ഡയലോഗാണ് അതിനകത്ത് മോശമായിട്ടുള്ള ഡയലോഗ്. എന്നാൽ എനിക്ക് എല്ലാവരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. ജീവിതത്തിൽ ഞാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കരകയറി തിരിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വന്ന ഒരു വ്യക്തി അതിനൊക്കെ ആ ഡയലോഗ് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യാൻ. ആര് പറയുന്നു ജീവിതം കൈ വീഴും എന്ന് പറയുന്നുണ്ടല്ലോ. എല്ലാവരുടെ അവസ്ഥ അത് തന്നെ. കാരണം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടം എത്തുമ്പോൾ നമ്മുടെ ഇങ്ങനെ കൈ വിട്ടു നോക്കും. ആ ഘട്ടത്തിൽ എല്ലാവരോടും പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, പിടിച്ചു നിൽക്കണം. പിടിച്ചു നിന്നാൽ നമുക്ക് ജീവിതത്തിൽ. ശരിക്ക് അച്യുതൻ അഭിമാനി അല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റൂല. ചിലപ്പോൾ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പൊ പറയുന്നു ആ സ്ഥാനത്ത് നമ്മളാണെങ്കിലും ചിലപ്പോൾ അത് തന്നെ ചെയ്യുള്ളൂ. അതിനകത്ത് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. അച്യുതൻ നായർ പറയുന്നുണ്ട്, എടാ മോനെ, ഞാൻ എന്റെ പോലീസിന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തു, നീ എന്തിനാ അതിനകത്ത് കയറി ഇടപെട്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ പറയും ഞാൻ മകന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. അപ്പൊ ഓരോരുത്തര് അവരവരുടെ ഡ്യൂട്ടി ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. ചേട്ടാ കീരിക്കട ജോസിനെ കുറിച്ച് എന്നെ ഏറ്റെടുത്തു. അദ്ദേഹം പോയത് വലിയ വിഷമമുള്ള വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തെ കണ്ടുപിടിച്ചതിൽ ഒരു ചെറിയ പങ്ക് എനിക്കുണ്ട്. കാരണം കലാധരൻ എന്ന് പറയുന്ന അസോസിയേറ്റ് ഈ കാര്യം ആദ്യം സൂചിപ്പിക്കുന്ന എന്നോടാണ്. എന്നോട് പറയുന്നത് നമ്മൾ അന്നൊരു വില്ലനെ തപ്പി നടക്കുന്നത്. കലാധരൻ എന്ന് പറയുന്ന അസോസിയേറ്റ്, ചേട്ടാ ഒരാളെ ഞാൻ സജസ്റ്റ് ചെയ്യാം, അയാൾ എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, ഒരു പടത്തിലെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട്, ജൂനിയർ എന്ന് തന്നെ പറയാം, ചെറിയ വേഷം. അദ്ദേഹം വന്നതിന് ശേഷം നല്ല ഹൈറ്റ് ഉണ്ടെന്ന് ഹീറോ നമ്മുടെ ഈ കഥാപാത്രത്തിൽ കറക്റ്റായി. ഞാൻ പറഞ്ഞു എന്നാ വരാൻ പറ. അങ്ങനെയാണ് പുതിയ വരുത്തുന്നത്. വന്നു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെ നോക്കണം, പുതിയ അത്രയ്ക്ക് ഹൈറ്റ് ഉണ്ട്, ഭയങ്കര സൈസ്, പിന്നെ ഭയങ്കര ശബ്ദം. ഇതെല്ലാം കണ്ടു കഴിയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് വേറെ ആരും നോക്കണ്ട, എനിക്കും ഒക്കെയാണ്. ഇനി ബാക്കി എൻ്റെ കൂടെയുള്ള സിബി മലയിൽ ലോഹിദാസാണ് ഇത് തീരുമാനം എടുക്കേണ്ടത്. നേരെ അവരുടെ അടുത്ത് പോകുന്നു. അവരെ കണ്ടിട്ട് പറഞ്ഞു ഇത് തന്നെ നമ്മുടെ കീരിക്കാടൻ ജോസ്. അങ്ങനെ കീരിക്കാടൻ ജോസായി. പിന്നീട് ഞാൻ നിർമ്മിച്ച ചിത്രങ്ങളിൽ അടുത്ത സിനിമ നിർമ്മിച്ചത് ഞാൻ ചെപ്പ് കിലക്കടൻ ചങ്ങാതിയായിരുന്നു. അതിനകത്തൊരു മെയിൻ വില്ലൻ പുള്ളിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ രജപുത്രൻ എന്ന് പറഞ്ഞ സിനിമ എടുത്തു, അതിനകത്ത് പുള്ളിയുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നിർമ്മിച്ച സിനിമയാണ് സ്റ്റാലിൻ ശിവദാസ്, മമ്മൂട്ടിയെ വിളിച്ചു. അതിനകത്തും ഈ പറയുന്ന അദ്ദേഹത്തിനെ ഞാൻ വിളിച്ചു. കാരണം എൻ്റെ ഒരു പ്രിയപ്പെട്ട ഒരു ചങ്ക് എന്നൊക്കെ പറയില്ലേ, അത്രയും നമ്മളോട് സ്നേഹം കാണിച്ചിട്ടുണ്ട് വ്യക്തിയാണ്. മലയാള സിനിമയുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട വില്ലൻ. അതെ അതെ തീർച്ചയായും. ഒരു ശുദ്ധനായിരുന്നു, പാവം മനുഷ്യൻ. നമ്മൾ ഇതൊക്കെ കണ്ട വിചാരിക്കുന്ന റിയൽ ലൈഫിൽ
ഒന്നുമില്ല, വളരെ ശുദ്ധനായ മനുഷ്യൻ. ചില സൗഹൃദങ്ങൾ എപ്പോഴും നമുക്കൊരു തണലാണ്. കിരീട സിനിമയിൽ ശ്രീനാഥും ലാലേട്ടനും തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധം, ആ ബോണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടില്ല അതിനെ, പക്ഷെ വളരെ ലളിതമായിട്ട് ഈ ഒരു ഏറ്റവും ഒഴുക്കിൽ പോകുന്ന ഒരു ബന്ധമാണ് അതൊക്കെ. കാരണം ലാലിന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ശരി, അവരാദ്യം തന്നെ നമ്മുടെ കിരീടം പാലത്തിന് വർത്താനം പറഞ്ഞു വരുന്നത്, തുറന്നു സംസാരിക്കുന്നത്, അയാളുടെ ഈ അയാളുടെ കാമുകിയുടെ കാര്യം തുറന്നു പറയുന്നതൊക്കെ ഈ കൂട്ടുകാരനോടാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബുദ്ധിമുട്ട് വരുന്ന സമയത്തും പോകുന്ന അയാളുടെ വീട്ടിലാണ്, അയാളുടെ വീട്ടിൽ പോകുന്നു, അയാളുടെ വീട്ടിലാണ് ഒരു ദിവസം രാത്രി മാറി നിൽക്കുന്നത്. അതേ ഈ ശ്രീനാഥാണ് ഓടി വന്ന് പറയുന്നത്, എന്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്, നീ അവിടെ ചെല്ലണം എന്ന് പറയുന്നത്. അപ്പൊ അത്രയും മനസ്സിലാക്കുന്ന ഒരു നല്ല സുഖം അതൊക്കെ എല്ലാം കിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് ബന്ധങ്ങൾ വളരെ ആഴത്തിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യൻ നമുക്ക് എങ്ങനെ ആകാം എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം.